ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് നോയമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നത്തെ നോമ്പ് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയത്താഴത്തിന് എഴുന്നേറ്റു. രാവിലെ 3:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടേബിളിൻ്റെ പുറത്ത് എല്ലാം എടുത്തു വെച്ച് ഞാൻ മക്കളെ വിളിക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ മക്കൾ ഫുഡൊക്കെ കഴിച്ചു ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് വന്നിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. കുബൂസാണ് എൻ്റെ കൂടെ കഴിക്കുന്നത്. എന്നിട്ട് അതിനുശേഷം രാവിലെ ആയിട്ടോ അമ്മു മൈലാഞ്ചിയൊക്കെ ഇടുകയാണ് കേട്ടോ. അക്കൂട്ടൻ സുബഹി നിസ്കരിച്ചിട്ട് അമ്മൂനിരുന്ന് മൈലാഞ്ചി ഇട്ട് കൊടുക്കണം. കയ്യിലൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത്, കാലിൽ അക്കുവാണ് ഇട്ട് കൊടുക്കുന്നത്, നഖത്തിലൊക്കെ അമ്മൂനായിട്ട്. അതിനുശേഷം ബാപ്പായും ഉമ്മയൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് കാരണം ബാപ്പായും കിച്ചും എല്ലാം കൂടെ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാറ് തന്നെയാണ്, ടാക്സി നമ്മൾ ഓടാൻ വിട്ടേക്കുന്നതാണ്. അപ്പോൾ അതിന് ഒരു സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് ബാപ്പായും കിച്ചുവിനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അവർ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് ലോങ് പോകണം. അപ്പോൾ അത് കാരണം അവിടെയൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വരാൻ, മാളിലൊക്കെ പോകാൻ വേണ്ടി പോവാണ്. പിന്നെ ഞാനും അക്കുവും കൂടെ ഞങ്ങളും ഡ്രസ്സ് എടുക്കാൻ പോകും. ഓരോരുത്തരുടെ വഴിക്ക് പോയി ഞാനും അക്കുവും കൂടെ ഡ്രസ്സ് എടുക്കാൻ, അക്കുവിന് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. ഞങ്ങൾ സ്കൂട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അക്കുവിന് ജീൻസ് കിട്ടാൻ ഭയങ്കര കഷ്ടമാണ്, വണ്ണമില്ലാത്തത് കാരണം കേട്ടോ. അങ്ങനെ അക്കുവിന് 2 ജീൻസും ഒരു ഷർട്ടും ബെൽറ്റും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ ചെരുപ്പ് എടുക്കണമല്ലോ അക്കുവിന്. അങ്ങനെ അക്കുവിന് ചെരുപ്പ് എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അമ്മൂനും അക്കുവിനും ഞാൻ ചെരുപ്പ് എടുക്കുകയാണ്. കിച്ചുവിന് ഷർട്ടും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മായിക്കും ചെരുപ്പ് മേടിച്ചു, അക്കുവിന് ചെരുപ്പ് മേടിച്ചു, അമ്മൂന് ചെരുപ്പ് മേടിച്ചു. അങ്ങനെ എല്ലാവർക്കും ആയി. പിന്നെ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി പിരിയൊക്കെ ത്രെഡ് ചെയ്ത് കേട്ടോ. ഇതാണ് അമ്മൂന് വാങ്ങിച്ച ചെരുപ്പ് കേട്ടോ, കാണിച്ചു തന്നതാണ്. അങ്ങനെ അമ്മൂനെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, കാരണം വീട്ടിൽ ആരും ഇല്ലായിരുന്നു, ഉമ്മ ഒറ്റയ്ക്കല്ലായിരുന്നുള്ളൂ. ഉമ്മയ്ക്ക് കൂട്ടിന് അമ്മൂനെ ഇരുത്തിയിട്ടാണ് വന്നത്. പിന്നെ ഞങ്ങൾ സ്നാക്സൊക്കെ കുറേ സമൂസൊക്കെ മേടിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് കയറുകയാണ്. പിന്നെ ഒരു കാര്യം മറന്നുപോയി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പിന്നെ ഇത് കൊണ്ടുവച്ചിട്ട് തിരിച്ച് പോവുകയാണ്. കാരണം ഇന്ന് എൻ്റെ ഇക്കയുടെ പിറന്നാളാണ്. അപ്പോൾ ഇക്കയ്ക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മേടിക്കാൻ വേണ്ടി സർപ്രൈസായിട്ട് പോവുകയാണ് കേട്ടോ. അത് വാങ്ങിക്കാതെ മറന്നു പോയിട്ട് വീട്ടിൽ ചെന്നിട്ടാണ് ഓർക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് തിരിച്ച് ഞാനും അക്കും കൂടെ വന്നു. അമ്മു ഉമ്മയും വീട്ടിലാണ്, ഇക്ക റെസ്റ്റോറൻറ്റിലാണ്, ബാപ്പായും കിച്ചുവും കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയേക്കുവാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു. അക്കുവിന് ഡോണറ്റ് വേണമെന്ന് പറഞ്ഞ് ഒരു ഡോണറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ വന്നേ. ഈ സാധനമൊക്കെ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരട്ടെ. ജിലേബി ഉണ്ട്, പിന്നെ കുറച്ച് ഹൽവ ഉണ്ട്, ബ്ലാക്ക് കളർ ഹൽവ ആണേ, പിന്നെ മുറുക്കുണ്ട്, പിന്നെ ഓരോന്ന് ഞാൻ കാണിച്ച് തരാം 1 by 1 ആയിട്ട്. ഇത് യെല്ലോ കളർ ലഡുവാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ പച്ച കളർ ലഡു ഉണ്ട്, അതും ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ ഇക്കയുടെ ഫേവറേറ്റാണ് ലഡുവും ജിലേബി, എൻ്റെ മക്കളുടെ ഫേവറേറ്റാണ്. പിന്നെ ഇതും ജിലേബി തന്നെയാണ് കേട്ടോ, പല ടൈപ്പ് ജിലേബിയൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു ടൈപ്പ് ഹൽവയും കൂടെ ഉണ്ട്. പിന്നെ ഇത് കുറേ ചോക്ലേറ്റ് മിഠായിയൊക്കെയാണ്. പിന്നെ ഇത് ബ്ലാക്ക് കളർ ഹൽവയാണ്. അപ്പോൾ ഞാൻ മൊത്തം കൂടെ നിരത്തി വെച്ച് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. ഇത്ര ഐറ്റങ്ങളാണ് കേട്ടോ. എല്ലാവരും ഓർക്കുന്നത് ഇത്രയും സ്വീറ്റ് കഴിക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ് കഴിക്കാൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈവനിങ്ങിൽ പുറത്ത് പോവുകയാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്നത് പുറത്ത് വെച്ചാണ്. അപ്പോൾ കിക്കാണെങ്കിൽ ഷവർമ്മയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒലാലയിൽ. അപ്പോൾ അങ്ങനെ അവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഷവർമ്മ മേടിച്ച് വണ്ടി എടുത്ത് വെച്ച് ഞങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി. പിന്നെ ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഈന്തപ്പഴവും വെള്ളവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സമൂസയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോമ്പ് തുറക്കാൻ സമയത്തെ അമ്മ ഒക്കെ ഈന്തപ്പഴം കഴിച്ച് നോമ്പ് ഉറക്കുകയാണ് കേട്ടോ. വണ്ടിയിലിരുന്ന് തന്നെ നോമ്പ് ഉറക്കുകയാണ് കേട്ടോ. അമ്മ ഉമ്മായിക്കും കൊടുത്ത് അക്കുവിനും എനിക്കും തരികയാണ്, ബാപ്പിക്ക് വായി വെച്ച് കൊടുക്കുന്നു നോമ്പ് ഉറക്കാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഈന്തപ്പഴമൊക്കെ കഴിച്ച് നോമ്പ് തുറന്നു. പിന്നെ ഞങ്ങളെല്ലാവരും സമൂസ ഉണ്ടായിരുന്നു, പിന്നെ വെജ് റോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും വണ്ടിയിലിരുന്ന് അൽഹംദുലില്ലാ റാഹത്തായിട്ട് എല്ലാവരും നോമ്പ് തുറന്നു. ഞാൻ പിന്നെ ഞങ്ങളെല്ലാവരും ഓരോ ഷവർമ്മ എടുത്ത് വെച്ച് കഴിച്ചു വണ്ടിയിലിരുന്ന് തന്നെ. ഇടയ്ക്ക് 5 മിനിറ്റ്സൊക്കെ വണ്ടി സൈഡിൽ ഒതുക്കി തന്ന് കഴിക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ ഒതുക്കി വഴി നിർത്തി കഴിക്കുകയാണ്. ഇന്ന് ലാസ്റ്റ് നോമ്പല്ലേ. പിന്നെ ഞാനൊരു സമൂസയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഡോണറ്റ് അക്കു മേടിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും കുറേശ്ശെ ഡോണറ്റ് അക്കുട്ടൻ എടുത്ത് തന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോകുന്നത് കോവളം എന്ന് പറയുന്ന ഒരു പള്ളിയിലോട്ടാണ്. ചെന്നൈയിലാണ് കേട്ടോ കോവളം ഉള്ളത്, അല്ല നാട്ടിലല്ല കേട്ടോ. ചെന്നൈ കോവളം ദർഗയാണ്. അപ്പോൾ ഞങ്ങളിവിടെ കയറി പോവുകയാണ് കേട്ടോ. അവിടെ പൂച്ചയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്. ഉമ്മായിക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ ജസ്റ്റ് ഉമ്മായെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഉമ്മ കണ്ടിട്ടില്ല ഈ ദർഗ. അപ്പോൾ അതിന് വേണ്ടി ഉമ്മായെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി അവിടെ വിളക്കൊക്കെ ഉമ്മ കത്തിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ വിളക്കൊക്കെ എല്ലാവരും കത്തിച്ച് വെക്കും. അതുകൊണ്ട് ഉമ്മായും അത് കാരണം വിളക്കൊക്കെ കത്തിച്ച് വെക്കുകയാണ്. അങ്ങനെ പിന്നെ ഇവിടെ ഓരോരുത്തർ ലോക്കൊക്കെ ഇട്ട് പൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ ലോക്ക് വെച്ച് കുറേ താഴിട്ട് പൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പൂച്ച ഇക്കയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അവിടെ പള്ളിയുടെ അകത്ത് തന്നെയുള്ള പൂച്ചയാണ് കേട്ടോ. നമ്മളെ അറിയത്ത പോലും ഇല്ല, നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്, എൻ്റെ ഇക്കയുടെ നടുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബാപ്പായും ഒക്കെ ഇവിടെ നിസ്കരിക്കുമായിരുന്നു പള്ളിയിൽ. അപ്പോൾ അങ്ങനെ നിസ്കരിച്ചിട്ട് പപ്പായും മോളും എൻ്റെ മോളും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടന്നു പോവുകയാണ് റോഡിലൂടെ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ വഴി ജ്യൂസും ചായയൊക്കെ കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ. ഞങ്ങൾ നോമ്പ് വന്നിട്ട് ചായയും ജ്യൂസൊന്നും കുടിച്ചില്ലായിരുന്നു കേട്ടോ.
അപ്പോൾ അത് കാരണം ഞങ്ങൾ വഴി നിർത്തി ഒരു കടയെ നിർത്തിയിട്ട് അക്കുവും അമ്മുവും കിച്ചും കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും നോമ്പ് കുറച്ച് ടയേർഡായി ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഓരോ ഗ്ലാസ് ചായയും അമ്മു അക്കും കിച്ചു എല്ലാം ഷെയ്ക്കോ ജ്യൂസോ എന്തൊക്കെ മേടിച്ച് കഴിച്ചു. ഞാനാണെങ്കിൽ ചായ മാത്രമേ കുടിച്ചുള്ളൂ. ഉമ്മായും എന്തോ ജ്യൂസ് എന്തോ മേടിച്ച് കുടിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലേ ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് സംസാരിക്കാനും എടുക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ കുറേ നേരം റോഡ് സൈഡ് ആയത് കാരണം ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഒരു 10-20 മിനിറ്റ് അവിടെ തന്നെ ഇരുന്ന് കുറച്ച് നേരം കഥകളൊക്കെ പറഞ്ഞ് അതൊരു പ്രത്യേക രസമാണ്. ഉമ്മായും പാപ്പായും ഉള്ളത് കാരണം മക്കൾക്കും എനിക്കും ഇക്കായ്ക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഹാപ്പിയാണ് കേട്ടോ. എന്ത് പറയണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോവുകയാണ്. പോയി വന്ന് രാത്രിയായപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊരു ഹോട്ടലിൽ കയറി. എത്ര മണിക്കാണെന്നറിയാം? 11:30 ആയപ്പോൾ. അപ്പോൾ ഞങ്ങളെല്ലായിടവും പോയി തിരിച്ച് വന്നപ്പോൾ രാത്രി 11:30 ആയപ്പോൾ. എല്ലാ ഹോട്ടലിലും കയറിയിട്ട് നമുക്ക് ഉമ്മായ്ക്കും പാപ്പായ്ക്കും ഒന്നും ഇവിടുത്തെ ഫുഡൊന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം ഇങ്ങനെ തിരക്കി ലാസ്റ്റ് ഈ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൽ വന്ന് കയറുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ വന്ന് കയറി ഉമ്മായും ബാപ്പായും ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും, അതുപോലെ തന്നെ ഒരുപാട് റൊട്ടിയും. അതുപോലെ തന്നെ ബാപ്പ ആണെങ്കിൽ നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല. അത് കാരണം ബാപ്പായ്ക്ക് ദാൽ മക്കോണിയാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അൽഹംദുലില്ലാ സന്തോഷത്തോടെ എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ നാളെ പെരുന്നാളാണല്ലോ. അപ്പോൾ അത് കാരണം ഇനി ഞങ്ങൾ രാവിലെ ഇവിടെ പോകണമെന്നുള്ളത് കൊണ്ട് രാവിലെ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം രാത്രി ഇപ്പോൾ മൈലാഞ്ചി ഒന്നും ഇടണ്ട. പിന്നെ ഡ്രസ്സൊക്കെ ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടാണ് വന്നത്. അത് കാരണം ഞങ്ങൾക്ക് ഡ്രസ്സൊന്നും എടുക്കാൻ ഞങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് ഇറങ്ങിയത്. കാരണം ഞങ്ങൾക്ക് അറിയാം പോകുമ്പോൾ രാത്രി ആകുമെന്ന്. ഇപ്പോൾ തന്നെ 12 മണി ആയിട്ടുണ്ട്. ഇനി വീട്ടിൽ എത്തുമ്പോൾ തന്നെ 12:30 ആകും കേട്ടോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ ജസ്റ്റ് എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വന്നത് വീട്ടിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. അൽഹംദുലില്ലാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാം കഴിച്ച് എല്ലാവർക്കും വയറൊക്കെ ഫുള്ളായി പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നമുക്ക് നെക്സ്റ്റ് കാണുന്നവർ. ബൈ. താങ്ക് യു.